സോ വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി 3 തിങ്സ് ആണ്. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ വേരിയൻസിന്റെ ഡെറിവേഷൻ, രണ്ടാമത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ വേരിയൻസ് ഡെറിവേഷൻ, മൂന്നാമത്തത് ബൈനോമിയൽ ടു പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ഡെറിവേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്, വേർ എക്സ് ഈസ് 0 to n ആണ് അല്ലെ. സോ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സ് എന്താണ്? 0 to n ആണ്. അപ്പൊ നമ്മൾ അവിടെ പി ഓഫ് എക്സിന് എന്ത് റീപ്ലേസ് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ എക്സ് ഇൻറ്റു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനെ എങ്ങനെ മാറ്റി എഴുതാന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ എക്സ് ഈക്വൽ ടു 1 to n എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്? എക്സ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മുകളിലുള്ള എക്സ് ഇൻറ്റു എൻ ഫാക്ടോറിയൽ എന്നുള്ള ആ ടേം ഉണ്ടല്ലോ, അത് 0 ആയി പോകും. സോ നമുക്ക് ആ ടേം എക്സ് 0 എന്നുള്ള ടേം സമ്മേഷനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. സോ എക്സ് 1 to n ആ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതി. ഇവിടെ എന്താണ് ഒരു മാറ്റം വരുന്നത്? എക്സ് ഫാക്ടോറിയലിനെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ എഴുതി. എക്സും എക്സും കട്ട് ചെയ്ത് പോയി. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് എൻ ഫാക്ടോറിയൽ എന്നുള്ളതിന് എന്താ എഴുതി? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയൽ എഴുതി. അതുപോലെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇതിന് എൻ മൈനസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ മൈനസ് എക്സിനെ വേറൊരു രീതിയിൽ എഴുതാം. അതായത് എൻ മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം? എൻ മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എൻ മൈനസ് 1 മൈനസ് എക്സ് പ്ലസ് 1. ഓക്കെ, കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടി? എൻ മൈനസ് എക്സ് തന്നെ കിട്ടി. സോ നമുക്ക് അങ്ങനെ എഴുതാലോ. അപ്പൊ നമുക്ക് എൻ മൈനസ് എക്സിനെ ഒക്കെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എൻ മൈനസ് 1 എക്സ് മൈനസ് 1 എന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എന്നിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ ഇവിടെ മാറ്റി എഴുതി എൻ മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1 എന്ന് എഴുതി. ദെൻ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ, ബാക്കിയെല്ലാം നേരത്തെ അതുപോലെ തന്നെ. അതിൽ പി റേസ് ടു എക്സിന് എന്ത് എഴുതാം? പി റേസ് ടു എക്സ് ഇൻറ്റു പി റേസ് ടു എക്സിനെ പി റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു പി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതിനെ പി ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതി. സോ അത് നമുക്കൊരു പീനെയും പുറത്തെടുത്തൂടെ? പീനെയും പുറത്തെടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷനെ? ഓക്കെ, അപ്പൊ എൻ പി നമുക്ക് പുറത്തെടുക്കാം മൊത്തത്തിൽ. പിന്നെ നമുക്ക് വരുന്നത് എന്തൊക്കെ ടേംസ് ആണ്? ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇന്ന് പി റേസ് ടു എക്സ് മൈനസ് 1 ക്യൂ റേസ് ടു എൻ മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1. അപ്പൊ ഇതിന് മൊത്തത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ മൈനസ് 1 സി എക്സ് മൈനസ് 1, ബാക്കി ടൈം ഒക്കെ അതുപോലെ തന്നെ പി റേസ് ടു എക്സ് മൈനസ് 1 ക്യൂ റേസ് ടു സെയിം എൻ മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1 എന്നുള്ള ടേമും വന്നു. അപ്പൊ ഈ മൊത്തത്തിലുള്ള ടേം സത്യത്തിൽ എന്താണ്? ഓക്കെ, ആ മൊത്തത്തിൽ എൻ പി കഴിഞ്ഞിട്ടുള്ള ആ മൊത്തം ടേം എന്താണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അത് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, അതായത് ബൈനോമിയൽ എക്സ്പാൻഷന്റെ ആ ഒരു ഇക്വേഷൻ ആണ്. സോ പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു എൻ മൈനസ് 1. അതിൽ പി പ്ലസ് ക്യൂന്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി എന്താ ആൻസർ കിട്ടും? എൻ പി എന്ന് കിട്ടും. ഓക്കെ, സോ അവിടെ പി പ്ലസ് ക്യൂ 1 ആണ്. സോ എൻ പി എന്നുള്ള ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് മീൻ എന്ന് പറയുന്നത് എന്ത് കിട്ടി? ബൈനോമിയലിന്റെ മീൻ എന്ന് പറയുന്നത് എൻ പി എന്ന് നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്
ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്, സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 to n. ഓക്കെ, സോ ഇതിൽ നമുക്ക് എക്സ് സ്ക്വയറിന്റെ വാല്യൂല് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് എന്തിനാ വെച്ചാൽ നമ്മൾ ആ ഡെറിവേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സ് സ്ക്വയറിന് എന്താക്കി, ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതി. അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അതിന് രണ്ട് ടേം ആയിട്ട് എഴുതാം, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാലോ. ഇനി നമ്മൾ ഈ ഓരോ രണ്ട് ടേമും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ നമ്മൾ നോക്കാം. ഓക്കെ, അവിടെ പി ഓഫ് എക്സ് ആണ്. സോ സിഗ്മ എക്സ് ഈക്വൽ ടു 0 to n x into x minus 1 p of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് n c x p raised to x q raised to n minus x. ഇനി ഈ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഇക്വേഷൻ തന്നെയല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് ആ ടേമിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ടേമിന്റെ ആണ് കാണേണ്ട ആവശ്യമുള്ളത്. ഇപ്പൊ സിഗ്മ ഈക്വൽ ടു 0 to n. ഓക്കെ, മുകളിൽ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്, പിന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതി എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ, ബാക്കി ടൈം ഒക്കെ അതുപോലെ തന്നെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ മുകളിൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്, അതുകൊണ്ടാണ് ഈ സിഗ്മേന്റെ ലിമിറ്റ് എന്തായത്, നമുക്ക് സിഗ്മേന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 to n ആയിട്ട് മാറിയത്. കാരണം അവിടെ 0 കൊടുത്താലും 1 കൊടുത്താലും ഒക്കെ നമുക്ക് 0 വെച്ച് മൾട്ടിപ്ലൈ ആയി പോകും. അതായത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ടേം ഉണ്ടല്ലോ, അത് 0 വെച്ച് മൾട്ടിപ്ലൈ ആയി പോകും. അപ്പൊ നമുക്ക് 2 മുതൽ കണ്ടാൽ മതി. സോ 2 to n n ഫാക്ടോറിയൽ ബൈ n മൈനസ് എക്സ് ഫാക്ടോറിയൽ, എക്സ് ഫാക്ടോറിയൽ മാറ്റി എഴുതി. അതിനെങ്ങനെ എഴുതാം, എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ഫാക്ടോറിയലിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പൊ അതിൽ ആ എക്സും എക്സ് മൈനസ് 1 ആണ് കട്ടായി പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി ഇങ്ങനെ കിട്ടും. അവിടെ നമ്മൾ ഇ ഓഫ് എക്സിനെ റീപ്ലേസ് ചെയ്തു, എൻ പി എന്നിട്ടു. എൻ പി ആണല്ലോ നമ്മൾ നേരത്തെ കണ്ടെത്തിയ മീൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ. സോ ഇതിൽ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഓക്കെ, ഇതില് എൻ ഫാക്ടോറിയൽ എന്ത് എഴുതി, എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ എഴുതി. ഓക്കെ, ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താണ്, നമുക്ക് ആ ഒരു കോമൺ പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക. സോ ഇവിടെ എൻ ഫാക്ടോറിയൽ എന്താക്കി, എൻ മൈനസ് 2 ഫാക്ടോറിയൽ ആക്കി മാറ്റി. ഇനി ഇവിടെ എൻ മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം, എൻ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2 എന്ന് എഴുതി കൂടെ. അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, എൻ മൈനസ് 2 മൈനസ് എക്സ് പ്ലസ് 2. ഓക്കെ, അതായത് എൻ മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം, എൻ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എഴുതാണ്, ആ രീതിയിൽ എഴുതി. ഓക്കെ, ദെൻ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എഴുതി, ബാക്കി ടൈം ഒക്കെ അതുപോലെ തന്നെ. അപ്പൊ ഇനി നമുക്ക് അതിലെ എൻ ഇൻറ്റു എൻ മൈനസ് 1 പുറത്തെടുത്തൂടെ, അവിടെ നമ്മൾക്ക് എക്സ് ആണ് അവിടെ വേരിയബിൾ. ഓക്കെ, എൻ ഇൻറ്റു എൻ മൈനസ് 1 പുറത്തെടുക്കാം. ദെൻ സമ്മേഷൻ പി റേസ് ടു എക്സിനെ എങ്ങനെ എഴുതാം, പി സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു പി റേസ് ടു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ ആ പി സ്ക്വയർ കൂടി പുറത്തെടുക്കുകയാണ്. പി സ്ക്വയർ കൂടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് എന്താണ്, എൻ മൈനസ് 2 ഫാക്ടോറിയൽ ബൈ താഴെ എന്ത് വരും, എൻ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2, അടുത്ത ടൈം എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ. ഓക്കെ, പിന്നെ വരുന്ന ടൈം പി റേസ് ടു എക്സ് മൈനസ് 2 ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിനെ മാറ്റിയിട്ട് എൻ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ഒരു മൊത്തം ടേമിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഈ ഒരു എൻ മൈനസ് 2 ഫാക്ടോറിയൽ ബൈ ഈ ഒരു ടേമിനെ മൊത്തത്തിൽ നമുക്ക് മാറ്റിയിട്ട് എന്താ എഴുതാം, പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു എന്തെഴുതാം, എൻ മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, അതിന് ഒരു സ്റ്റെപ്പ് കൂടി എഴുതി, അതായത് എൻ മൈനസ് 2 സി എക്സ് മൈനസ് 2 ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എഴുതി. ഇനി ആ ഒരു സെക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്തിട്ട് ബൈനോമിയൽ എക്സ്പാൻഷൻ ആയിട്ടുള്ള പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു എൻ മൈനസ് 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എൻ ഇൻറ്റു എൻ മൈനസ് 1 പി സ്ക്വയർ ഇൻറ്റു പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എൻ പി. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാലോ.
അതിൽ നമുക്കറിയാം പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ പ്ലസ് എൻ പി എന്ന് വരും. അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി എന്ന് വരും. ഇനി നമ്മളെ വേരിയൻസിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. പി ഓഫ് എക്സ് സ്ക്വയർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓക്കെ, എന്നിട്ട് ഇ ഓഫ് എക്സ് എൻ പി ആണ്. അപ്പൊ എൻ പി സ്ക്വയർ എന്ന് വരും. ഓക്കെ, എൻ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് എൻ സ്ക്വയർ പി സ്ക്വയർ ആണ്. അപ്പൊ ആ രണ്ട് ടേമും കൂടി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ് കിട്ടുന്നത്? ഫൈനലി വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എൻ പി മൈനസ് എൻ പി സ്ക്വയർ. എൻ പി കോമൺ എടുത്തു കഴിഞ്ഞാൽ എൻ പി ഇൻറ്റു 1 മൈനസ് പി, ദാറ്റ് ഈസ് എൻ പി ക്യൂ. 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. ഓക്കെ, സോ നമ്മൾ ബൈനോമിയലിന്റെ എന്തും കണ്ടെത്തി, വേരിയൻസിന്റെ ഇക്വേഷനും കണ്ടെത്തി. സോ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിലെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോമിയലിന്റെ തന്നെ വേറൊരു എക്സ്പാൻഷൻ ആണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റയർ ഇവന്റ്, അതില് പോസിബിൾ ഫോർ സക്സസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള ഇവന്റിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. അതിൽ പി ഓഫ് എക്സ് നമ്മളെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ n നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സിലെ ട്രയൽസ് എന്ന് പറയുന്നത് വെരി ലാർജും പി എന്ന് പറയുന്നത് വെരി സ്മോളും ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് കാണാൻ പോകുന്നത് എന്താണ്? മീൻ ആണ്. മീൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കോമൺ ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഓക്കെ, ഇപ്പൊ 0 ടു n മാർക്ക് ചെയ്തു. ശരിക്കും 0 ടു ഇൻഫിനിറ്റി ആണ് മാർക്ക് ചെയ്തത്. 0 ടു n എന്ന് മാർക്ക് ചെയ്തു, വേറെ n ടൈംസ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ ഹിയർ ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ആയപ്പോൾ എന്തായി? മൂന്നാമത്തെ സ്റ്റെപ്പ് ആയ സമയത്ത് നമ്മള് 0 ടു ഇൻഫിനിറ്റി എന്നുള്ള അല്ലെങ്കിൽ 0 ടു n എന്നുള്ളതിനെ എന്താക്കി എഴുതി? 1 ഇൻറ്റു അപ് ടു ഫ്രം എക്സ് ഈക്വൽ ടു 1 ടു n എന്ന് എഴുതി. കാരണം എന്താണ്? അവിടെ ഒരു എക്സ് ഇൻറ്റു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. സോ അല്ലാത്ത ടൈം 0 ആയി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സോ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആ എക്സ് എക്സ് ക്യാൻസൽ ചെയ്യാം. അതായത് അവിടെ എക്സ് ഫാക്ടോറിയലിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ നമുക്ക് എഴുതാം. അപ്പൊ എക്സ് എക്സ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതില് എക്സ് അല്ല ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇ റേസ് ടു മൈനസ് ലാംഡ പുറത്തെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എന്നിനെല്ലാം മാറ്റി ഇൻഫിനിറ്റി തന്നെ ആക്കി. അപ് ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ടേമില് എനിക്ക് എന്ത് പുറത്തെടുക്കാം? ഇ റേസ് ടു മൈനസ് ലാംഡ പുറത്തെടുക്കാം. പിന്നെ സമ്മേഷൻ നമുക്ക് ചെയ്തു നോക്കാം, എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇ റേസ് ടു മൈനസ് ലാംഡ പുറത്തെടുത്തു. ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ ഈ സമ്മേഷനിൽ നമ്മൾ ഓരോ എക്സ് 1 കൊടുക്കുമ്പോൾ എന്താവും? ലാംഡ ബൈ 0 ഫാക്ടോറിയൽ. 2 കൊടുക്കുമ്പോൾ എന്താവും? എക്സ് സ്ക്വയർ ബൈ 1 ഫാക്ടോറിയൽ. അങ്ങനെ അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരും. ഇതിൽ എന്ത് ചെയ്യുന്നു? ഒരു ലാംഡ കോമൺ ആയി പുറത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ അപ് ടു ഇൻഫിനിറ്റി. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ലാംഡയാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ. അപ്പൊ അത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ വിൽ ബി ലാംഡ. ഓക്കെ, സോ നമ്മുടെ മീൻ ഓഫ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ത് കിട്ടി നമുക്ക്? അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്ത് കിട്ടി? ലാംഡ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പോയിസന്റെ എന്തിലേക്കാണ് പോകുന്നത്? വേരിയൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിലാണെങ്കിലും വേരിയൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, സോ അപ്പൊ അതിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം 0 ടു ഇൻഫിനിറ്റി തന്നെ എഴുതി. ദെൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ആ എക്സ് സ്ക്വയറിന് എന്താക്കി എഴുതി? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് ആക്കി എഴുതി.
ഓക്കെ, അതായത് രണ്ട് ടേം ആയിട്ട് നമ്മൾ ബൈനോമിയൽ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെയും വേരിയൻസിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ടേം ആയിട്ട് എന്ത് എഴുതി? എക്സ് സ്ക്വയർ മൈനസ് എക്സിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് എഴുതി. എന്നിട്ട് ഇ റേസ് ടു ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ പ്ലസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സെയിം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, ഈ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എന്നുള്ളത് എന്തായി മാറി? 2 ടു ഇൻഫിനിറ്റി ആയിട്ട് മാറി. ഓക്കെ, അതിന് കാരണം എന്താണ്? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എന്നുള്ള ടേം വന്നു. ഓക്കെ, 0 വന്നാലും 0 ആയിപ്പോയി, 1 വന്നാലും 0 ആയിപ്പോയി. സോ എക്സ് 2 മുതലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ നമ്മള് താഴെയുള്ള എക്സ് ഫാക്ടോറിയലിന് എങ്ങനെ എഴുതി? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഓക്കെ, അതില് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ കട്ട് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആദ്യം എഴുതി 2 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് എക്സ് മൈനസ്. അപ്പൊ അതില് ഇ റേസ് ടു മൈനസ് ലാംഡ എന്ത് ചെയ്യാം? പുറത്തെടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആ സമ്മേഷനിൽ എന്ത് കൊടുക്കുക? എക്സിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഇ റേസ് ടു മൈനസ് ലാംഡ ഫസ്റ്റ് ലാംഡ സ്ക്വയർ ബൈ 0 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ക്യൂബ് ബൈ 1 ഫാക്ടോറിയൽ അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി കിട്ടും. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 1 പ്ലസ് എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡ പ്ലസ് 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇ റേസ് ടു ലാംഡയാണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ലാംഡയാണ്. അപ്പൊ ആ ഇ റേസ് ടു ലാംഡ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇ റേസ് ടു ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കട്ടായി പോയി അല്ലെ? ഇ റേസ് ടു മൈനസ് ലാംഡയും ഇ റേസ് ടു പ്ലസ് ലാംഡയും കട്ടായി പോയി. അപ്പൊ നമുക്ക് ഫൈനലി ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ വേരിയൻസ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ത് കിട്ടി? ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് തന്നെ കിട്ടി? ലാംഡ തന്നെ കിട്ടി. സോ പോയിസണിൽ നമുക്ക് എന്താണ്? വേരിയൻസും ലാംഡയാണ്, എക്സ്പെക്ടേഷനും ലാംഡയാണ്. ഓക്കെ, അപ്പൊ അതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇവിടെ ലാംഡന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഇൻറ്റു പി ആയിരിക്കും. ഓക്കെ, അത് നേരത്തെ മെൻഷൻ ചെയ്തില്ല. ലാംഡ ഈക്വൽ ടു എൻ പി ആയിരിക്കും ഇൻ കേസ് ഓഫ് പോയിസൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ ടു പോയിസൺ അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, ബൈനോമിയൽ ടു പോയിസൺ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ബൈനോമിയൽ എന്നുള്ളതിന്റെ ഇക്വേഷൻ ഇതാണ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പൊ ഇതിൽ ലാർജ് നമ്പർ ഓഫ് ട്രയൽസും നമ്മുടെ പി എന്ന് പറയുന്നത് സക്സസ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ സ്മോളും വേർ ലാംഡ ഈക്വൽ ടു എൻ പി, ഈ മൂന്ന് കണ്ടീഷനിലാണ് നമ്മൾ ബൈനോമിയലിനെ പോയിസണിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ n ടൈംസ് ടു ഇൻഫിനിറ്റി ആണ്, p ടൈംസ് ടു 0 ആണ്. അപ്പൊ നമ്മൾ ഈ ലാംഡ ഈക്വൽ ടു എൻ പി ആണ്. അപ്പൊ ഈ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ബൈനോമിയൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുക. സോ ലിമിറ്റ് അപ്ലൈ ആണ് n ടൈംസ് ടു ഇൻഫിനിറ്റി. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. p raised to x q raised to n minus x. ഓക്കെ, ഇനി ഇതില് എന്താണ്? ഓക്കെ, ലാംഡ ഈക്വൽ ടു എൻ പി ആണ്. സോ നമുക്ക് p ഈക്വൽ ടു എന്ത് ചെയ്യാം? ലാംഡ ബൈ എൻ. q ഈക്വൽ ടു എന്താണ്? 1 മൈനസ് ലാംഡ ബൈ എൻ. അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? n ടൈംസ് ടു ഇൻഫിനിറ്റി ലാംഡ ബൈ എൻ റേസ് ടു എക്സ് 1 മൈനസ് ലാംഡ ബൈ എൻ റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, സോ ഇനി നമ്മൾ ഇതില് ആ താഴത്തെ എൻ മൈനസ് എക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സോ ഇതിൽ എൻ ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു, ഇനിയാണ് ഇമ്പോർട്ടന്റ്, എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എൻ മൈനസ് എക്സ് ഇൻറ്റു എൻ മൈനസ് എക്സ് മൈനസ് വൺ. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലായാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതായത്
നമുക്ക് n ഇൻറ്റു n മൈനസ് 1, അതായത് ഓരോ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്, കുറഞ്ഞു വന്ന് n മൈനസ് എക്സ് വരെ എത്തി. അപ്പൊ n മൈനസ് എക്സിന്റെ തൊട്ട് മുന്നേ എന്തായിരിക്കും, തൊട്ട് മുന്നേ n മൈനസ് എക്സ് പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് n മൈനസ് എക്സ് കഴിഞ്ഞിട്ട് എന്തായിരിക്കും, n മൈനസ് എക്സ് മൈനസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബാക്കി ടൈം ഒക്കെ അതുപോലെ തന്നെ ലാംഡ ബൈ n ഓൾ റേസ് ടു എക്സും അടുത്ത ടൈമും അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് കിട്ടും, ഇത്രയും ടൈം എന്ന് പറയുന്നത് n മൈനസ് എക്സ് ഫാക്ടോറിയൽ തന്നെയല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടേം എന്ത് ചെയ്യാൻ പറ്റും, മൊത്തത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ n മൈനസ് എക്സ് ഫാക്ടോറിയലും ഈ ടേമും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് പോയി. ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഇവിടെ n ഇൻറ്റു n മൈനസ് 1 അപ് ടു n മൈനസ് എക്സ് പ്ലസ് 1, പിന്നെ ലാംഡ ബൈ n റേസ് ടു എക്സ്, അടുത്ത ടേമും അതുപോലെ തന്നെ n മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി ഇതില് ഈ n ഇൻറ്റു n മൈനസ് 1, ഓക്കെ, അതിൽ n മൈനസ് എക്സ് പ്ലസ് 1 എങ്ങനെ എഴുതാം, n മൈനസ് എക്സ് മൈനസ് 1 എന്നാക്കി മാറ്റി എഴുതാം. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ മാറ്റി എഴുതാണ്. n മൈനസ് എക്സ് പ്ലസ് 1 n മൈനസ് എക്സ് മൈനസ് 1 എന്നാക്കി എഴുതി. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിൽ ആ n കോമൺ എടുക്കുക. ഓക്കെ, അപ്പൊ n കോമൺ എടുക്കുമ്പോൾ എത്ര ടേംസ് ഉണ്ട്, മുകളിൽ മൊത്തം എക്സ് ടേംസ് ഉണ്ട്. സോ n റേസ് ടു എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 മൈനസ് 1 ബൈ n അപ് ടു എന്താണ് 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ n, അങ്ങനെ ഒരു ടേം നമുക്ക് വരും. പിന്നെ ബാക്കി ടേം ഒക്കെ സെയിം അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെ എഴുതി. ഇനി നമ്മൾ അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ 1 ബൈ ഇൻഫിനിറ്റി എന്താണ്, 0 ആണ്. അപ്പൊ നമ്മൾ n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ അപ്ലൈ ചെയ്യാണ് ഇതിൽ. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഇവിടെ n റേസ് ടു എക്സ് ഇല്ലേ താഴെ, ഇവിടെ മുകളിലും ഉണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഫൈനലി അപ്ലൈ ചെയ്യാനുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാല് ലാംഡ റേസ് ടു എക്സ് കോമൺ എടുത്തു, പുറത്തെടുത്തു, n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ അവിടെ എല്ലാം ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 ബൈ 0 ആയിട്ട് മാറും. ദെൻ എല്ലാം അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 അങ്ങനെ ഒരു ടൈം, അതായത് 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോ നമുക്ക് 1 മൈനസ് ലാംഡ ബൈ n ഓൾ റേസ് ടു n മൈനസ് എക്സ് എന്നുള്ള ഒരു ഫൈനൽ എക്സ്പ്രഷനിലേക്ക് നമുക്ക് വരും. ഓക്കെ, സോ ഇവിടെ ലാംഡ റേസ് ടു എക്സ് പുറത്തെടുത്തു, ഈ n മൈനസ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് 1 മൈനസ് ലാംഡ ബൈ ഓൾ റേസ് ടു n ബൈ 1 മൈനസ് ലാംഡ ബൈ n ഓൾ റേസ് ടു എക്സ്. അപ്പൊ അവിടെ ഇൻഫിനിറ്റി n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി പോയി, 1 മൈനസ് 0, അതായത് ആ ടേം 1 ആയി പോയി. അപ്പൊ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും, ലാംഡ റേസ് ടു എക്സ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ ഓൾ റേസ് ടു n എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഇ റേസ് ടു മൈനസ് ലാംഡയാണ്. സോ ഓക്കെ, ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മിസ്സായി പോയതാണ്. ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ അതെല്ലാ സ്ഥലത്തും ആഡ് ചെയ്യാണ്, ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഓൾ റേസ് ടു n, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡയാണ്. ഓക്കെ, ഇ റേസ് ടു മൈനസ് ലാംഡ അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടും, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എന്ന് കിട്ടും. അപ്പൊ അത് തന്നെയല്ലേ നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പൊ ഇത് നമ്മൾ ബൈനോമിയലിൽ നമ്മൾ എന്ത് ചെയ്തു, അപ്രോക്സിമേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, n ടെൻസ് ടു ഇൻഫിനിറ്റി, p ടെൻസ് ടു 0, n